രാവിലെ ചൂടെടുത്തിട്ട് അച്ഛമോനും പാറമോളും ഈ സെറ്റിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിൽ കയറി പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി. പുട്ടുണ്ടാക്കിയത് കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കേബേജ് ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്, കടലക്കറിയുണ്ട്. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്രയായി പോവാണ് കേട്ടോ. എങ്ങോട്ടാന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ പാറമോളെ? അങ്ങനെ സിനിമ കാണാൻ പോവാണ് കേട്ടോ. വാഴ 2 കാണാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഞാനും അച്ഛമോനും പാറമോളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ യാത്രയെ കടയിൽ എത്തിയിട്ട് ശ്രീചേട്ടൻ ഇല്ല കേട്ടോ. ശ്രീചേട്ടന് കടയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി പോവാണ്. അപ്പൊ എന്റെ സ്കൂട്ടി കടയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ബസ് കയറി പോവാന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കും പാറമോൾക്കും ഈ ദൂരയാത്ര പറ്റില്ല കേട്ടോ. ദൂരയാത്ര എന്നല്ല, മാക്സിമം തൃശ്ശൂർ വരെ ഞങ്ങളുടെ കപ്പാസിറ്റി ഉള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് മിഠായി എടുത്ത് ബാഗിലിട്ടു ഛർദ്ദിക്കാൻ വരാണ്ടിരിക്കാനേ. ശ്രീചേട്ടൻ എനിക്ക് പറഞ്ഞു തരികയാണ് ഗൈസ്, ഏത് ബസ്സിൽ കയറണം, എവിടെ ഇറങ്ങണം, സൂക്ഷിച്ച് പോകണം എന്നൊക്കെ എന്നെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ദേ അച്ചുമോനും ഞാനും പാറും കൂടി ബസ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാറുമോള് എനിക്കും കുറച്ച് കഴിയുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവും. ഇതേ നമ്മുടെ വടക്കനാഥ് കേട്ടോ. തൃശ്ശൂർ പൂരത്തിനൊക്കെ റെഡിയായി അങ്ങോട്ട് നിൽക്കുകയാണ്. വടക്കനാഥ് മാത്രമല്ല കേട്ടോ, ഈ സർക്കസ് ഉണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂർ, ജെമിനി സർക്കസ്, അതും കണ്ടു കേട്ടോ. അതേ കണ്ടോ, തൃശ്ശൂർ എത്തി പിന്നെ ബസ്സിൽ കയറാൻ പാറമോൾക്ക് പറ്റിയില്ല ഗൈസ്, ഛർദ്ദിക്കാൻ വന്നു. പാറമോൾക്ക് മാത്രമല്ല എനിക്ക് കേട്ടോ. കുറേ നാളുകളായിട്ട് അധികം ദൂരയാത്രയൊന്നും പോവാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് വയ്യാതായി. ഒരു കുഞ്ഞ് സ്പ്രൈറ്റ് കടയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നപ്പോൾ അതിൽ പോയിട്ട് അങ്ങനെ ദേ ഇവിടെ എത്തി. നമ്മൾ ഇറങ്ങി ഒരു ചൂട് ചായ എന്തെങ്കിലും കടിയും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ആകെ ഒരു ബുദ്ധിമുട്ട്, തലവേദന, ഛർദ്ദിക്കാൻ വരുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാറമോള് ജീരകസോട കഴിച്ചു, ഞാനും അച്ചുമോനും ഒരു ചായയും കട്ട്ലേറ്റ് മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ സിനിമ കാണാനായിട്ട് കയറുകയാണേ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയുടെ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഉല്ലൂരുള്ള ഫൺ മൂവീസ്, അവിടേക്കാണ് നമ്മൾ പോയത്. അങ്ങനെ ദേ കയറുമ്പോൾ തന്നെ ഒരു പോപ്കോൺ വാങ്ങിച്ച് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോപ്കോൺ വാങ്ങിച്ചു, പിന്നെ എന്തോ ജ്യൂസോ മറ്റോ ഒക്കെ വാങ്ങിച്ച് നമ്മൾ സിനിമ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വാഴ 2 നല്ല പടാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ദേ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. ദേ ഈ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ മക്കൾ, അവർ നമുക്ക് ടാറ്റയൊക്കെ തന്നു. അങ്ങനെ ദാ നമ്മുടെ പടം തുടങ്ങി ഗൈസ്, വാഴ 2. അങ്ങനെ എന്താ പറയുക, ഇൻ്റർവെല്ലൊക്കെ ആയിട്ടാ. കുഴപ്പമില്ല കേട്ടോ, ഇൻ്റർവെൽ വരെയൊക്കെ ഒരു ആവറേജ് പടം എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ലൊരു പടം തന്നെയാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കഥയില്ലാത്ത കുറേ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല കഥയും മെസ്സേജൊക്കെ ഉള്ള പടമാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഇതേ പാറമോള് 2 പേരുടെയും കഴിക്കുന്നുണ്ട് കേട്ടോ. പടത്തിൻ്റെ അവസാനം ആകുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഒരു ഇത്തിരി വേദന വരും കേട്ടോ, ഒത്തിരി വിഷമമൊക്കെ വരും. കാരണം ബന്ധങ്ങളുടെ വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകളുടെ വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സിനിമയായിട്ട് തോന്നി. അത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും, മനസ്സിലൊരു വിഷമമൊക്കെ വരും കേട്ടോ. അങ്ങനെ അച്ചുമോനും ഞാനൊക്കെ കരഞ്ഞു കേട്ടോ. ഒരു വല്ലാത്തൊരു നെഞ്ചിലൊരു വിഷമം വരും. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പടം അടിപൊളിയായിരുന്നു.